എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മുടെ കോഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, ഞാൻ പറഞ്ഞല്ലോ പൈത്തൺ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി ഈ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ട്യൂട്ടോറിയൽസ് എൻ്റെ യൂട്യൂബിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഏതൊരു കുട്ടിക്കും ഏതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടും ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സ് തന്നെയാണിത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഞാൻ പറയുന്നു, നിങ്ങളിപ്പോഴും നല്ല രീതിയിൽ കോഡ് എഴുതാൻ റെഡി ആയിട്ടില്ല. കാരണം നിങ്ങൾ എൻ്റെ ലാസ്റ്റത്തെ ആ ഒരു എന്താ പറയുക, ഹാൻഡ്സ് ഓൺ എന്ന് വെച്ചാൽ പ്രാക്ടീസ് എക്സസൈസ് നോക്കിയാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഏതൊക്കെ ഫീച്ചർ എടുക്കണം, അങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാവണം പഠിക്കേണ്ടതെന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പഠിക്കുന്നതിന് സർട്ടൻ മെത്തഡോളജീസ് ഉണ്ട്. ആ മെത്തഡോളജീസ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എൻ്റെ മെത്തേഡാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മെത്തേഡിൽ പോവാം. കാരണം ഞാൻ പഠിക്കാൻ എന്നെ ഈ ലെവലിലേക്ക് ഞാൻ പഠിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ മെത്തഡോളജിയാണ്. അത് ഞാൻ റിച്ചാർഡ് ഫെയ്മാനിലൂടെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഫോളോ ചെയ്തു വന്ന ഒരു മെത്തേഡാണിത്. അപ്പം ഹൗ ടു അപ്രോച്ച് ഡെവലപ്മെൻറ്റ് ആസ് എ സ്റ്റുഡൻറ്റ്, അതിൽ 4 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ഹൈ ലെവൽ പ്ലാനിങ്, എങ്ങനെയാണ് സ്റ്റഡീസ് പ്ലാൻ ചെയ്യേണ്ടത്. അതേപോലെ പ്രോബ്ലം സോൾവിങ് അപ്രോച്ചും റൈറ്റിംഗ് അൽഗോരിതം എങ്ങനെയാവണം. എൻ്റെ അൽഗോരിതം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ് എന്തായിരിക്കണം. പിന്നെ ഹൗ സ്റ്റുഡൻസ് ക്യാൻ സ്റ്റാർട്ട് വിത്തൗട്ട് എ പെർഫെക്ഷൻ. ഹൈ ലെവൽ പ്ലാനിങ്, നമുക്ക് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇനി വരാൻ പോകുന്നത് ഈ ഹൈ ലെവൽ പ്ലാനിങ് എന്ന് പറഞ്ഞത്. പ്ലാനിങ് എന്ന് പറഞ്ഞത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടോപ്പിക്കാണ്. അത് ഡെവലപ്പർ ഫോക്കസ് അല്ല, മാനേജർ അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. അതിൽ നമ്മൾ ഈ പറഞ്ഞ ടൂളുകൾ ഉപയോഗിക്കും. ട്രെലോ, ജീര, മിറോ പോലുള്ള ടൂളുകളൊക്കെ ഉപയോഗിക്കുന്നത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, ടാസ്ക് മാനേജ്മെൻറ്റ്, ടാസ്ക് മാനേജ്മെൻറ്റ് ഒക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത് ഡെവലപ്പറുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ആ പറഞ്ഞ സാധനം ഉണ്ടാക്കിച്ചേക്കുന്നത്. ടൂളല്ല, ടൂളിൻ്റെ പുറകിലുള്ള മെത്തഡോളജീസ്. അപ്പം അതിൽ വരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ പറഞ്ഞ എപ്പിക്, സ്റ്റോറീസ് ആൻഡ് ടാസ്ക്. അത് നിങ്ങൾ ഏതെങ്കിലും വർക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എന്താണ് എപ്പിക്, എന്താണ് ഒരു സ്റ്റോറി, എന്താണ് ഒരു ടാസ്ക്. എപ്പിക് എന്നാൽ അതൊരു ബിഗ് ഫീച്ചറായിരിക്കും. എന്ന് വെച്ചാൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് തന്നെയാണ് അതിനകത്ത് ബിഗ് ഫീച്ചർ. അപ്പോൾ അതിനെ എപ്പിക് എന്ന് വിളിക്കാം. സാധാരണ നിലയിൽ ഞങ്ങളുടെ വർക്കിൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഒരു എപ്പിക് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു സർവീസിൻ്റെ ഓപ്പറേഷൻസ് മുഴുവൻ ഒരു എപ്പിക്കിലേക്ക് മാറ്റിയതിന് ശേഷം അതിനകത്ത് നമ്മൾ ടാസ്കിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് 3 സർവീസ് ഉണ്ട്. അപ്പോൾ 3 എപ്പിക്സാണ് എൻ്റെ പേരിൽ അസൈൻ ചെയ്തേക്കുന്നത്. എൻ്റെ ഡെപ്യൂട്ടി ഉണ്ട്, ഒരാൾ, ഞാൻ 2 എടുക്കും, അയാൾ 1 എടുക്കും. എന്ന് വെച്ചാൽ എപ്പിക്കിൻ്റെ കൺട്രോൾ മുഴുവൻ നമ്മുടെ കയ്യിലായിരിക്കും. നമ്മളുടെ ഇപ്പോഴത്തെ പ്രീവിയസ് എക്സാമ്പിളിലെ ബിഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ യൂസർ ക്യാൻ ക്രിയേറ്റ് പോസ്റ്റ് ആൻഡ് ലൈക്ക് പോസ്റ്റ്. ഇതാണ് നമ്മളുടെ ഉദ്ദേശം. വിത്ത് OTP എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ പറഞ്ഞ യൂസർ ഓതൻറ്റിക്കേഷൻ ഒരു പാർട്ടായിട്ടും യൂസർ ഫീച്ചേഴ്സ്, അതായത് ആപ്ലിക്കേഷൻ ഫീച്ചേഴ്സ് വേറൊരു പാർട്ടുമാക്കി കഴിഞ്ഞാൽ 2 എപ്പിക്സ് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ പറയാം ഓതൻറ്റിക്കേഷൻ, ഒരു OTP ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ഒരു 1 എപ്പിക്കാണ്. മറ്റേന്ന് പറഞ്ഞാൽ യൂസർ പോസ്റ്റ് ആൻഡ് ലൈക്ക്. അപ്പോൾ അത് അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു നിർത്താം. എന്നാൽ ആ ഈ എപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ മാനേജർ ലെവലിലോ ഒരു നോൺ ടെക്നിക്കൽ പേഴ്സണോടോ പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കും പറഞ്ഞ എപ്പിക്സ് ഉണ്ടാവുക. സ്റ്റോറീസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ആ വലിയ ടാസ്കിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം ചെറിയ ഡൂവബിൾ ടാസ്ക്കായിട്ട് മാറ്റുന്നു. അതിനെയാണ് സ്റ്റോറീസ് എന്ന് വിളിക്കുന്നത്. അത് സ്മോളർ യൂണിറ്റ്സ് ഓഫ് വർക്ക്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്കുകളുടെ സ്മോളർ യൂണിറ്റ്സ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം OTP ലോഗിനാണ്. അപ്പോൾ ഓതൻറ്റിക്കേഷൻ വേണമെന്ന് പറഞ്ഞു. ഓതൻറ്റിക്കേഷനിൽ എങ്ങനെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. ഇപ്പം ഇതിനകത്ത് ചെയ്തേക്കുന്നത് OTP ബേസ്ഡ് ഓതൻറ്റിക്കേഷനാണ്, യൂസ്ഡ് ബേസ്ഡ് ഓൺ ഇമെയിൽ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് പോസ്റ്റ് API. പോസ്റ്റ് API രണ്ടാമത്തെ ഫീച്ചറാണ്. പിന്നീട് വരുവാണെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ API ഉണ്ട്, രജിസ്ട്രേഷൻ API ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് APIs ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെറിയ സ്മോളർ ചങ്ക്സ് ആകും. എന്ന് വെച്ചാൽ ഡൂവബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ എൻ പോയിൻറ്റ്സ് വേണമെന്ന് അറിയാം. എന്നാൽ എൻ പോയിൻറ്റ്സ് എന്തൊക്കെ വേണമെന്നുള്ളത് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം ഈ സ്റ്റോറീസിനകത്ത്. ടാസ്കിലേക്ക് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആക്ച്വൽ പണി ചെയ്യുന്നത്. ഇപ്പോൾ OTP ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഇമെയിൽ സർവീസ് വേണം. കാരണം ഇമെയിൽ അയക്കണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു HTML പേജ് വേണം ഫ്രണ്ട് എൻഡിൽ കാണിക്കാൻ. അതുപോലെ തന്നെ യൂസറിനെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ
ഈ പറഞ്ഞ റീഡയറക്ഷൻ നടത്തണം. റീഡയറക്ഷൻ നടത്തി കഴിഞ്ഞാൽ ലോഗിനിലേക്ക് എത്തണം. ലോഗിൻ അങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ടാസ്കുകൾ കൃത്യമായിട്ട് വരുന്നത് ഈ പറഞ്ഞ ടാസ്കിലാണ്. അത് സ്റ്റോറീസിൻ്റെ അണ്ടറിലായിരിക്കും. അതിൽ ഒന്നത് ഉദാഹരണം പറയാൻ ഡിസൈൻ യൂസറിൻ്റെ ടേബിളിൻ്റെ സ്കീമ ഡിസൈൻ ചെയ്യുക, എങ്ങനെ വരണം, എന്തൊക്കെ വേണ്ട എന്നുള്ളത് തീരുമാനിക്കുക. അതേപോലെ തന്നെ ഓരോ എൻഡ് പോയിൻറ്റും ക്രിയേറ്റ് ചെയ്യുക. അപ്പം എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ പണിയായി, അവിടെ പണി തുടങ്ങുകയാണ്. അപ്പം എന്നാൽ ഈ പറഞ്ഞ വലിയ എപ്പിക്ക് ഒരാൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ആ എപ്പിക്കിനെ മുറിക്കുമ്പം തന്നെ നമുക്ക് 2 കുറേ യൂണിറ്റ്സ് കിട്ടി. ആ യൂണിറ്റ്സിനെ തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കുറേ പണികളുണ്ടാവും. ഒരാൾക്ക് പോയിട്ട് SCS കോൺഫിഗർ ചെയ്താൽ മാത്രം മതിയാവും. മറ്റേ ആൾക്ക് പോയിട്ട് API ഓതൻറ്റിക്കേഷൻ എഴുതാൻ തുടങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് പോയി ഡേറ്റാബേസിൻ്റെ യൂസർ സ്കീമ സെറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ടാസ്ക് ആയപ്പോൾ ആ ഇൻഡിവിജ്വൽ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് തലപോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾ അറിയുന്ന ടാസ്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അസൈൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഒക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കി ചെയ്താൽ മതി. പ്ലേ ബുക്ക് ഉണ്ടെങ്കിൽ ഓപ്പറേഷൻസിലാണെങ്കിൽ വളരെ എളുപ്പം. എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് വർക്ക് ഇൻ ടു ഡിഫറെൻറ്റ് ലെവൽസ് പ്രിവെൻറ്റ്സ് ഓവർവെൽമെൻറ്റ് അലൗസ് ഗ്രാജുവൽ പ്രോസസ്സ്. എന്ന് വെച്ചാൽ പ്രോഗ്രസ്. എന്ന് വെച്ചാൽ ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ഈ ബിഗ് ഫീച്ചർ ഉണ്ടാകാൻ പറയുന്നില്ല, യൂസർ ക്യാൻ ക്രിയേറ്റ് ഇന്ന് പറയുന്നില്ല. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ അത് റിലീസാവുന്നത്. അതിനിടയിൽ വരുന്ന എന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും പണി ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ടാസ്ക് ഉണ്ട്, ആ ടാസ്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനേജേഴ്സിന് അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ 2 മാസം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാനുള്ള വർക്കുണ്ട്. അപ്പോൾ അക്കൗണ്ടബിളായി നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനുള്ള ഒരുപാട് ടാസ്കുകൾ നിങ്ങൾക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മൈന്യൂട്ട് ടാസ്കുകളെ മാത്രം ചെറിയ ചെറിയ ചങ്ക്സ് ആക്കി മാറ്റുക. ഒരുപാട് കാര്യങ്ങൾ ആ ടാസ്കിനകത്ത് വരാൻ പാടില്ല. അതിന് സർട്ടൻ ക്രൈറ്റീരിയ ഉണ്ടാവണം, അതിനൊരു അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ആ ടാസ്ക് തീർന്നു എന്നൊരാൾക്ക് പറയണമെങ്കിൽ അത് മാനേജർക്ക് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് തീർന്നു എന്ന് പറയാൻ പറ്റണം. അതാണ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ. സോ പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് എന്താണെന്നുള്ളത് എൻ്റെ പ്രോബ്ലം സോൾവിങ് അപ്രോച്ചാണ് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം. എൻ്റെ ഫസ്റ്റിലത്തെ ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ അത് ഡയഗ്രമാറ്റിക് ആക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം. എന്ന് വെച്ചാൽ Draw.io തന്നെയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ടൂള്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം 1-2 ലൈൻസ് വരയ്ക്കും. അതൊന്നും ഒരിക്കലും ഒരു പെർഫെക്റ്റ് വേർഷൻ ഒന്നും ആയിരിക്കത്തില്ല. ദാറ്റ് ഈസ് വേർഷൻ 1. ആ വേർഷൻ 1-ൽ എൻ്റെ അസംഷൻസ് ആയിരിക്കും ഞാൻ ഇടുന്നത്. ആ അസംഷൻസിലൂടെ പയ്യെ ആ കാര്യം മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായം അവിടെ തേടി അവർ പറയുന്ന സജഷൻസ് കൂടെ ഞാൻ നോട്ട് ചെയ്ത് ഒരു നോട്ട് പോലെ ആ Draw.ioയിൽ തന്നെ കീപ്പ് ചെയ്യും. അതിന് ശേഷമാണ് പിന്നീട് ഞാൻ വർക്ക് തുടങ്ങത്തില്ല. കാരണം എനിക്ക് കൃത്യമായിട്ടുള്ള ആർക്കിടെക്ചർ ഫ്ലോ മനസ്സിലാവാതെ ഒരിക്കലും ഞാൻ പണി തുടങ്ങാറില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ ഹൈ ലെവൽ ഫസ്റ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ട്രാഫിക് ഫ്ലോ നടക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രോജക്റ്റിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ എക്സ്പയർ ആയി. SSL ഇഷ്യൂ ഭയങ്കര കോമൺ ആണ്. പക്ഷേ അത് കൂടുതൽ ആൾക്കാർക്കും അറിയത്തില്ല എങ്ങനെയാണ് SSL വർക്ക് ചെയ്യുക എന്നുള്ളത്. SSL ആൻഡ് TLS സർട്ടിഫിക്കറ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അത് ആദ്യം അവർ പറഞ്ഞു ഒരു ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടെന്ന്. അത് സെർവർ ഞങ്ങളാണ് മാനേജ് കൊണ്ടിരുന്നത്. അതിനകത്ത് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് എക്സ്പയർ ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് റീഇഷ്യൂ ചെയ്തു, റിന്യൂവൽ ചെയ്തു. എന്നിട്ടും ഇഷ്യൂ ഫിക്സ് ആയില്ല. ആദ്യം തന്നെ ചെയ്യേണ്ടത് അത് സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയോ എന്ന് നോക്കലായിരുന്നു. ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു കൊടുത്തു മാത്രം. അപ്പം വന്നു കഴിഞ്ഞപ്പം വീണ്ടും ആ ഇഷ്യൂ പെർസിസ്റ്റ് ചെയ്തു. അപ്പം ഇഷ്യൂ പരിഹരിച്ചില്ല. അപ്പോഴാണ് ലോഗ് നോക്കുമ്പം അപ്പുറത്തെ ആപ്ലിക്കേഷനെ കണക്ട് ചെയ്തപ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായത്. അല്ലാതെ നമ്മൾ ഇവിടുത്തെ ക്ലയൻറ്റിൻ്റെ ഇഷ്യൂ അല്ല, സെർവർ ഇഷ്യൂ ആണ്. അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഇഷ്യൂ വന്നത്. അപ്പോൾ അങ്ങനെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ആരാ മാനേജ് ചെയ്യുന്ന അറിയത്തില്ല. അങ്ങനെ നമ്മളത് എസ്കലേറ്റ് ചെയ്ത് കൊടുത്തു. നമ്മളുടെ ഭാഗത്തുള്ള പണിയല്ല, മറ്റുള്ള അപ്പുറത്തുള്ള ഭാഗത്തെ പണിയാണ്. കാരണം ആ സെർവർ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയത് അപ്പുറത്തെ സൈഡിൽ നിന്നാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തപ്പോഴാണ്. പക്ഷെ അത് ഒരുപാട് സമയമെടുത്തു. നമ്മളുടെ ഭാഗത്തൊരു ബ്ലെയിമും കാര്യങ്ങളൊക്കെ വരേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ട്രാഫിക് ഫ്ലോ എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ ജസ്റ്റ് ചുമ്മാതെ ഇമോഷണലി അല്ലെങ്കിൽ പെട്ടെന്ന് പോയി സാധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പറഞ്ഞ റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾ ഒരുപാട് നേരം ഡീബഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഹൈ ലെവൽ ഫസ്റ്റ് നിങ്ങളൊരു ഹൈ ലെവൽ ഓവർവ്യൂ ഉണ്ടാക്കുക. അതിനുശേഷം പറയുക ക്ലയൻറ്റ് സർവറിനിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് ആ ട്രാഫിക് ഫ്ലോ, എന്ത് തിരിച്ചു കൊടുക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ യൂസർ സബ്മിറ്റ് OTP, അതിനു മുമ്പ് യൂസർ രജിസ്റ്റർ ചെയ്യുന്നു. യൂസർ രജിസ്റ്റർ കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ സമയത്തൊരു ഇമെയിൽ പോകും.
OTP സബ്മിറ്റ് ചെയ്യുന്നു, വെരിഫൈ നടക്കുന്നു, അതിനുശേഷം ലോഗിൻ നടക്കുന്നു, അതിനുശേഷം ക്രിയേറ്റ് പോസ്റ്റ്, ലൈക്ക് പോസ്റ്റ്. ഇതാണ് നമ്മുടെ ഫ്ലോ. ആ ഫ്ലോ കൃത്യമായിട്ട് ആദ്യം എഴുതി വെച്ചുകൊണ്ട് എനിക്ക് ആദ്യം ഉണ്ടാക്കേണ്ട എൻഡ് പോയിൻ്റ് എന്താണ്? സെൻഡ് OTP ആണ്. അത് കഴിഞ്ഞിട്ടാണ് വെരിഫൈ OTP എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യണം, അതിനുശേഷം /ക്രിയേറ്റ് പോസ്റ്റ്, അതിനുശേഷം ലൈക്ക് പോസ്റ്റ്. ഓരോ എൻഡ് പോയിൻറ്റും എപ്പോൾ എഴുതണമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ആ ഒരു ഫ്ലോ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പയ്യെ എന്ന് വെച്ചാൽ ലൈക്ക് പോസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യം ലോഗിൻ ചെയ്യാൻ ആർക്കും പറ്റിയാലല്ല അടുത്ത ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ലോഗിൻ ഒരുപാട് താമസിക്കാനുള്ള കാരണം നിങ്ങൾ ആദ്യം ഈ പറഞ്ഞ ക്രിയേറ്റ് പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ആ പറഞ്ഞ ഫ്ലോ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് പോകണമെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ കണ്ടു, അതിപ്പോൾ നമുക്ക് സബ്മിറ്റ് OTP കണ്ടു. അതിനുശേഷം നമ്മൾ ആ ഓരോ ഇൻഡിവിജ്വൽ ഹൈ ലെവൽ ഓവർവ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിവിജ്വലി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതിൽ ഒന്നാമത് പറയും OTP ഫ്രം ദ യൂസറിൻ്റെ ഭാഗത്ത് OTP എടുക്കുന്നു. അതിനുശേഷം OTP സക്സസ്ഫുൾ ആണെങ്കിൽ അതിൻ്റെ സെഷൻ സെറ്റ് ചെയ്യുന്നു, ഫീഡിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രിയേറ്റ് പോസ്റ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? OTP വാലിഡിറ്റി. ഇതൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇൻപുട്ട് ചെക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ വരണ്ട. ഇൻപുട്ട് ചെക്ക് ഔട്ട്പുട്ട് വാലിഡിറ്റി, OTPയുടെ വാലിഡിറ്റി നോക്കിയതിന് ശേഷം സെഷൻ സെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്ന് വെച്ചാൽ അത് താഴോട്ട് പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ പറഞ്ഞു വരുമ്പോൾ തന്നെ മനസ്സിലായില്ല. ഫ്ലോ മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇറ്ററേറ്റീവ് കോഡിങ്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ പെർഫെക്റ്റ് കോഡിങ്ങിലേക്കാണ് നമ്മളെപ്പോഴും എയിം ചെയ്യുന്നത്, ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ആൻഡ്രോയിഡ് വേർഷനൊക്കെ പഴയ ഗാലക്സി ഫോൺ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അതിങ്ങനെ പയ്യെ ഗ്രാജുവലി ഇൻക്രിമെൻറ്റ് ചെയ്ത് വന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈൻ ഓഫ് കോഡ് എഴുതി തുടങ്ങുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കി വെക്കുക, ഒരു വയർ ഫ്രെയിം ഉണ്ടാക്കി വെക്കുക. ആ വയർ ഫ്രെയിമിലൂടെ നിങ്ങൾ പയ്യെ ഒരു സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് കോഡ് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഇൻക്രിമെൻറ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. എഴുതുന്ന എപ്പോഴാണോ ആ ഒരു കോഡ് തന്നെ ടെസ്റ്റ് ചെയ്യാം. എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, കാരണം ഇവിടെ നിന്ന് ഡീബഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഗെറ്റ് സംതിങ് വർക്ക് ദെൻ റീഫാക്ടർ. നിങ്ങൾ ആദ്യം ഹാർഡ് കോഡ് ചെയ്യുക. ഹാർഡ് കോഡ് എന്ന് വെച്ചാൽ വാല്യൂസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീഫാക്ടർ ചെയ്യാം. എന്ന് വെച്ചാൽ പാരാമെട്രൈസ് ചെയ്യേണ്ട ഭാഗമാണത്, സീക്രട്ട് ആണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ വേരിയബിളിലേക്ക് മാറ്റി ഒരു എൻവയോൺമെൻറ്റ് വേരിയബിളിലേക്കോ അല്ലെങ്കിൽ CI/CD പൈപ്പിലിൻ്റെ വേരിയബിളിലേക്കോ ഒക്കെ മാറ്റി അതിനെ ഹാർഡ് കോഡ് എന്ന് വെച്ചാൽ പാരാമെട്രൈസ് ചെയ്യാം. സോ ഡെവലപ്മെൻറ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇത് ഡേറ്റാബേസിൻ്റെ കേസിലാണ്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ലാഗ് വരുന്നത്, സിസ്റ്റത്തിന് എങ്ങനെയാണ് ഈ പറഞ്ഞ ലോഡ് കൊടുക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. എന്നുവെച്ചാൽ ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡിൻ്റെ ഒരു പൊസിഷൻ 1-2 ലൈൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ തന്നെ ആപ്ലിക്കേഷൻ ക്രാഷ് ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ VS കോഡ് ഞാൻ ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. അതായത് എൻ്റെ ലൈൻ ഓഫ് കോഡിൽ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷനകത്തുള്ള ഒരു ചെറിയ ഇഷ്യൂ ഭയങ്കര വലിയ പ്രശ്നമായതിൻ്റെ പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞ വേരിഫിക്കേഷൻ്റെ സമയത്ത്, അതായത് /വെരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള എൻഡ് പോയിൻ്റ് കോൾ ചെയ്യുമ്പോൾ അവിടെ വേരിഫിക്കേഷൻ നടക്കണം. അപ്പോൾ നമ്മൾ OTP സെൻഡ് ചെയ്യുന്നു, OTP എൻ്റർ ചെയ്യുന്നു, അപ്പോൾ വേരിഫിക്കേഷൻ നടക്കുന്നു. അപ്പോൾ ആ സമയത്ത് പറയുന്നു സെഷൻ ഡേറ്റയിൽ നിന്ന് നമുക്ക് ഇമെയിൽ കിട്ടുന്നു. അതിനുശേഷം OTP ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെഷൻ ഐഡിയിൽ യൂസർ ID സെറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ യൂസ്ഫുൾ ഫോർ ലേണിംഗ് പർപ്പസ് ദിസ് സിംഗിൾ ലൈൻ ഈസ് പ്ലേസ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ എന്ത് വെച്ചാൽ ഈ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 160ാമത്തെ ലൈനിലെ ഈ ചെറിയൊരു ഭാഗം ഞാൻ എഴുതിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് അതായത് ഈ ഇമെയിലുള്ള OTP കോഡും OTP എക്സ്പയറി ഡേറ്റും ഞാൻ കളക്ട് ചെയ്തെടുത്തു ഡേറ്റാബേസിൽ നിന്ന്. അതിനുശേഷം ഞാൻ ആ കണക്ഷൻ ക്ലോസ് ചെയ്തു. ആ ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ചെക്ക് നടത്തിയപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ നടക്കുന്നു. അപ്പം തന്നെ എന്ത് ചെയ്യും, ഞാൻ ലോഗ് ഔട്ട് ആവുകയാണ്. എന്നുവെച്ചാൽ ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷേ ബാക്കി ഈ പറഞ്ഞ സെഷൻ ഡേറ്റ ഇല്ല. ആ സെഷൻ ഡേറ്റ എൻ്റെ കുക്കി സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് പറയും സെഷൻ ഡേറ്റ ഇല്ല. അപ്പോൾ ഞാൻ കണ്ടീഷൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ, ആ കണ്ടീഷനും കളഞ്ഞെന്ന് തോന്നുന്നു. ഈ കണ്ടീഷനായിരുന്നു ഫീഡിലേക്ക് പോകേണ്ട ഒരു കണ്ടീഷനായിരുന്നു. യൂസർ ID സെഷൻ ഡേറ്റയിൽ ഇല്ലെങ്കിൽ ലോഗിനിലേക്ക് പോവുക. അതൊരു പ്രശ്നമായി. കാരണം വെച്ചാൽ ഇവിടെ ഞാൻ എൻ്റെ കണക്ഷൻ നേരത്തെ ക്ലോസ് ചെയ്തുകൊണ്ട് എനിക്ക് യൂസർ ID കിട്ടിയില്ല. ആ യൂസർ ID കിട്ടാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രശ്നം വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എഴുതിയത്. ഫെച്ച് ഓൾ നീഡഡ് ഡേറ്റ ഇൻ വൺ ക്വയറി റാദർ ദാൻ മൾട്ടിപ്പിൾ കോൾസ്, റെഡ്യൂസ് DB കണക്ഷൻസ്. അതായത് ഡേറ്റാബേസിലേക്ക് നിങ്ങൾക്ക് പലതവണ ഓരോ സാധനം എടുക്കാൻ വേണ്ടി നിങ്ങൾ ഡേറ്റാബേസിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ എല്ലാം കൂടെ ഒറ്റ തവണ വാങ്ങിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. അവിടെ ഇരിക്കട്ടെ.
നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ പിന്നീട് ഉപയോഗിക്കാം. രണ്ടാമതൊരു DB ക്വറിക്ക് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് ട്രാഫിക്കും അതുപോലെ തന്നെ ഡാറ്റാബേസിലേക്കൊരു എന്താ പറയുക കമ്പ്യൂട്ടേഷൻ പവറും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കിട്ടേണ്ടതെല്ലാം ഒന്നിച്ച് വാങ്ങിച്ചു വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഓപ്പറേഷൻസ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറ്റിയൊരു പണിയാണ്, അത് പ്രശ്നമാണ്. കുറേ നേരം കമ്പയർ ചെയ്യേണ്ടി വന്നു, എന്ന് വെച്ചാൽ ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ടി. പിന്നെ അതിനുശേഷം ക്ലോസ് കണക്ഷൻസ് ആഫ്റ്റർ ഓൾ ക്വരീസ് ആർ ഡൺ, അവോയ്ഡ് പ്രോഗ്രാമിംഗ് എറർ. കണക്ഷൻ അന്നേരം ക്ലോസ് ചെയ്തേക്കുക. കാരണം പിന്നീട് ആ കണക്ഷൻ വീണ്ടും അടുത്തൊരു കണക്ഷൻ വേണ്ടി ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. കാരണം ഇനി ആവശ്യമില്ലെങ്കിൽ പിന്നീട് കണക്ട് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്യൊക്കെ എപ്പോഴാലും ആവശ്യം കഴിഞ്ഞാൽ. അതേപോലെ യൂസ് സെഷൻസ് ഓഫ് ക്യാഷിങ് വൈസ്ലി, ഡോണ്ട് ഹിറ്റ് DB അൺനെസസറിലി. അതായത് ഡേറ്റാബേസിലേക്ക് കുറേ പോകുന്ന ക്വറികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ക്യാഷ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സെഷൻ ഡേറ്റയിൽ വെക്കുക. ഇപ്പോൾ എൻ്റെ സിറ്റുവേഷനാണെങ്കിൽ ഞാൻ സെഷൻ ഡേറ്റയിൽ വെച്ചത് ഇമെയിൽ ID സെഷൻ ഡേറ്റയിൽ വെച്ചു. അതേപോലെ തന്നെ യൂസർ IDയും സെഷൻ ഡേറ്റയിൽ വന്നു. കാരണം ഇതൊക്കെ ഇനി വരാൻ പോകുന്ന ക്വറികളിൽ, അതായത് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്നെ ലോഗൗട്ട് ആക്കാൻ പാടില്ല. എനിക്ക് ആ ഒരു സെഷൻ കുറച്ച് നേരത്തേക്ക് വേണം. ആ സെഷൻ എനിക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീഡിലേക്ക് വേണം, അതേപോലെ ക്രിയേറ്റ് പോസ്റ്റിലേക്ക് വേണം, ലൈക്സിലേക്ക് വേണം. ഇത്രയും കാര്യങ്ങൾ എനിക്ക് വേണ്ടതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ആ സെഷൻ ഡാറ്റ അവിടെ കീപ്പ് ചെയ്തു. അതുകൊണ്ട് എന്താ എൻ്റെ DBയിലേക്ക് എപ്പോഴും പോയി നോക്കത്തില്ല, ഇത് യൂസർ ഇത് തന്നെയാണോ നോക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ എനിക്ക് ഒരുപാട് DB, ഇപ്പം ഒരുപാട് ഇങ്ങനെ ലൈക്സ് നോക്കിക്കൊണ്ടിരിക്കും, /like വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര DB ക്വറി പോകുന്നുണ്ടാവും. അപ്പോൾ എത്ര മാസം സെർവർ ഹാങ് ആവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ബ്രൗസർ കുക്കിയിലേക്ക് അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും DBയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സോ യു കുഡ് സേവ് ടു മച്ച് ട്രാഫിക് ആൻഡ് ബാൻഡ്വിഡ്ത്ത്. സോ ടെസ്റ്റ് ഇൻക്രിമെൻ്റലി. നിങ്ങളൊരു ഫീച്ചർ ഉണ്ടാക്കിയാൽ അത് ടെസ്റ്റ് ചെയ്യുക. അല്ലാതെ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. എന്ന് വെച്ചാൽ ഓരോ ഫീച്ചർ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഫംഗ്ഷൻ ബൈ ഫംഗ്ഷനാണ് ഞാൻ പോയി ടെസ്റ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ വേരിയബിൾ ബൈ വേരിയബിളായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ വേരിയബിളിലേക്ക് ആ വാല്യൂ സ്റ്റോർ ആയിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അടുത്ത എക്സിക്യൂഷൻ നടക്കാറുള്ളൂ. അപ്പോൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ലൈൻ ഓഫ് കോഡ് പോലും എഴുതത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഫംഗ്ഷനാലിറ്റി ആണെങ്കിൽ തന്നെ ചെറിയൊരു ഫംഗ്ഷൻ എഴുതുക, അതിലേക്ക് ഒരു ചെറിയ സാധനം ആഡ് ചെയ്യുക, പിന്നെ അത് വലുതാക്കി വരിക, എന്നിട്ട് ഓരോ സമയം ടെസ്റ്റ് ചെയ്ത് പോവുക. ഇൻക്രിമെൻ്റലി ടെസ്റ്റ് ചെയ്യാം. ദെൻ ടെസ്റ്റ് ക്രിയേറ്റിംഗ് എ പോസ്റ്റ്. എന്ന് വെച്ചാൽ ആദ്യം OTP ടെസ്റ്റ് ചെയ്യുക. OTP പോകുന്നുണ്ടോ, ആദ്യം OTP ജനറേറ്റ് ആവുന്നുണ്ടോ നോക്കുക. അതിനുശേഷം OTP സെൻഡ് ആവുന്നുണ്ടോ നോക്കുക. അപ്പം ഇമെയിലിൻ്റെ ആ ഒരു ഫംഗ്ഷനാലിറ്റിയൊക്കെ വരും. അതിനുശേഷം OTP വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് നോക്കുക. അതിനുശേഷം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുക. അല്ല പോസ്റ്റിൻ്റെ എൻഡ് പോയിൻ്റ് ഉണ്ടാക്കി HTML ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് OTP വന്ന് ലോഗിൻ ചെയ്യുന്നു വന്നാലേ ആൾക്കാർ പോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങത്തുള്ളൂ. സോ അത് പിന്നീട് മാത്രം ചെയ്യാം. പിന്നെ ദെൻ ടെസ്റ്റ് ലൈക്കിങ് ഓർ അൺലൈക്കിങ്. അത് ലാസ്റ്റത്തെ ഫീച്ചറായിട്ട്. എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങളൊരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. ആദ്യം വേണ്ടത് എന്തെന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം ലീസ്റ്റ് പ്രയോറിറ്റീസ് എല്ലാം മാറ്റി വെക്കുക. അത് നിങ്ങളുടെ സമയം പോലെ ചെയ്താൽ മതി. അതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് സമയം കളയണ്ട, പെർഫെക്ഷന് വേണ്ടി നോക്കണ്ട. ഹൗ സ്റ്റുഡൻസ് ക്യാൻ സ്റ്റാർട്ട് വിതൗട്ട് പെർഫെക്ഷൻ. കാരണം സ്റ്റുഡൻസിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ കോഡ് എഴുതുക, എന്താണ് ഒരു ആപ്ലിക്കേഷൻ, അതൊക്കെയാണ് ആദ്യത്തെ കൺസേൺ. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു മിനിമൽ വയബിൾ ഫംഗ്ഷനാലിറ്റി ഉണ്ടാക്കുക, അതിൽ തുടങ്ങുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, യൂസറുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഡേറ്റാബേസും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒരു ഡിക്ഷണറി സെറ്റ് ചെയ്യുന്നു. ആ ഡിക്ഷണറിയിലേക്ക് നിങ്ങളൊരു കീ വാല്യൂ പെയർ സെറ്റ് ചെയ്യുന്നു. അയാളുടെ പേരും ഇമെയിൽ അഡ്രസ്സും മാത്രം ഫ്രണ്ട് എൻഡ് വഴി വാങ്ങിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. വളരെ സിമ്പിളാണ്. HTML കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ChatGPT ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. എന്ന് വെച്ചാൽ ഒരു ഇമെയിലും നെയിമും ചോദിക്കുന്ന ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML ഉണ്ടാക്കി തരും. അത് ബാക്ക് എൻഡുമായിട്ട് കണക്ട് ചെയ്യുക. അതിനെ നിങ്ങൾ ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യേണ്ട, ജസ്റ്റ് സ്റ്റോർ ചെയ്യുക. അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വരുമ്പോൾ മാത്രം നിങ്ങൾ ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്താൽ മതി. യൂസ് സ്റ്റെപ്സ് ഓഫ് മോക്ക് ഡേറ്റ ടു സിമുലേറ്റ് പാർട്സ് നോട്ട് ഇംപ്ലിമെൻറ്റഡ് യെറ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, SQLite അല്ലെങ്കിൽ MySQL ഡേറ്റാബേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ചെയ്യാം. എനിക്കത് പറ്റിയൊരു പണിയെന്ന് പറഞ്ഞാൽ, എനിക്കൊരു ഡെവലപ്പർ ഉണ്ടായിരുന്നു. ആ ഡെവലപ്പർ ബാക്ക് എൻഡ് നമ്മുടെ വർക്കിംഗ് ആയിരുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞത് ബാക്ക് എൻഡ് വർക്ക് ചെയ്യാതെ എനിക്ക് ഫ്രണ്ട് എൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് വിശ്വസിച്ചു. ഞാൻ ഈ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നതിന് മുമ്പായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മറ്റേ ആളുടെ. അപ്പോൾ ഞാൻ മറ്റേ ആൾക്ക് പ്രഷർ കൊടുത്തു, അയാളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു. അതുവരെ ഇയാൾ ചുമ്മാതിരുന്നു. എന്നാൽ ഇയാൾക്ക് സാമ്പിൾ ഡേറ്റ വെച്ച് ചെയ്യാമായിരുന്നു. മോക്ക് ഡേറ്റ എന്ന് വെച്ചാൽ ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന ഡേറ്റയെ ഇയാൾക്കൊരു ഈ പറഞ്ഞ ഡിക്ഷണറിയിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് ഫെച്ച് ചെയ്താൽ മതിയായിരുന്നു JSON ഡേറ്റ ആയിട്ട്. പക്ഷേ അയാളത് ചെയ്തില്ല. അയാൾക്ക് അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അയാൾ മടി പിടിച്ചിട്ടോ അയാൾ ചെയ്യാതിരുന്നു. അന്ന് അറിയുമെങ്കിൽ ഞാനത് പറഞ്ഞാൽ ഇത് പാരലലി നിങ്ങൾ രണ്ടും കൂടെ ചെയ്തിട്ട് ലാസ്റ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ മതി എന്ന് പറയാമായിരുന്നു. പക്ഷേ അയാൾ അത് ചെയ്തില്ല. സോ നിങ്ങൾക്ക് എപ്പോഴും മോക്ക് ഡേറ്റ ഉണ്ട്, ആ മോക്ക് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം.
നിങ്ങൾക്ക് എപ്പോഴും ഡേറ്റാബേസ് വേണമെന്നില്ല. ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് ഡേറ്റ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഡേറ്റ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് പ്രശ്നമല്ല. പിന്നെ ഇറ്ററേറ്റ്, ആഡ് വാലിഡേഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇറ്ററേറ്റീവ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നീടാണ് ഫീച്ചർ ഉണ്ടാക്കുന്നത്. വാലിഡേഷനൊക്കെ പിന്നെ മതി. ഏതാ പറഞ്ഞ യൂസർ എത്രമാത്രം എൻ്റർ ചെയ്തോ അതൊക്കെ എന്ന് വെച്ചാൽ എൻഹാൻസ്മെൻ്റ് ആണ്, സെക്യൂരിറ്റി ഫീച്ചറാണ്. അതൊക്കെ പിന്നീട് ആഡ് ചെയ്താൽ മതി. എറർ ഹാൻഡ്ലിംഗ് ഉണ്ടെങ്കിൽ, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് ആഡ് ചെയ്യാം. പിന്നെ ഒപ്റ്റിമൈസേഷൻസ് ഒക്കെ പിന്നീടാണ്. എന്ന് വെച്ചാൽ കോഡിനകത്ത് കുറയ്ക്കണമെങ്കിൽ പെർഫോമൻസ് കൂട്ടണമെന്നൊക്കെ പിന്നീട് നോക്കിയാൽ മതി. അതിനകത്ത് തലപോക്കിയാൽ നിങ്ങൾക്ക് തന്നെ തോന്നും. ഈ സമയമാകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ കോഡ് ഇത്ര മാത്രം മോശമായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. സോ ഡോക്യുമെൻറ്റ് ഡിസിഷൻസ് ആൻഡ് അസംഷൻസ്. ഓൾവേസ് ഡോക്യുമെൻറ്റേഷൻ ആണ് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾ ഏതൊരു ലൈൻ ഓഫ് കോഡ് എഴുതുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഡോക് സ്ട്രിങ്ങിൽ എഴുതാൻ പറയുന്നത്. പൈത്തണിലെ ട്രിപ്പിൾ കോട്ടിൽ എഴുതാൻ പറയുന്നതിൻ്റെ കാര്യം, നിങ്ങൾ എന്തിനാണ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത് പിന്നെ മറന്നുപോകും സത്യം പറഞ്ഞാൽ. കാരണം ഒരു മാസം പോലും നിങ്ങളുടെ കോഡ് നിങ്ങൾ കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്തിനു വേണ്ടിയിട്ട് ഞാൻ അന്ന് എഴുതിയെന്ന് ആലോചിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ എഴുതി വെച്ചേക്കുക ഇത് എന്തിനാണ് ഉണ്ടാക്കിയത്, ഇത് എവിടെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് കൃത്യമായിട്ടൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പിന്നെ അത് ഡോക്യുമെൻറ്റേഷനായിട്ട് പിന്നീട് മാറ്റണമെങ്കിൽ മാറ്റാം, ഒരു വേർഡിലോട്ടോ വല്ലതും മാറ്റാം. നിങ്ങളുടെ അസംഷൻസും എഴുതി വെക്കുക. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇന്ന കാര്യം നടന്നു, അപ്പോൾ ഇതല്ലായിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. സോ കീ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് കോഡ് ഈസ് ബെറ്റർ ദാൻ ദ പെർഫെക്റ്റ് കോഡ്. ഒരു കോഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണല്ല, പെർഫെക്റ്റ് ആയിട്ടുണ്ടാവില്ലല്ല നമ്മുടെ പ്രധാന ഉദ്ദേശം. സോ അതാണ് അത് ചെയ്യേണ്ടത്. ലേണിംഗ് ഹാപ്പൻസ് വെൻ ഇറ്ററേറ്റിംഗ്. നിങ്ങൾ ഒരു കാര്യം ഇറ്ററേറ്റ് ചെയ്യുന്നത് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ഒരു സിമ്പിൾ സാധനം ചെയ്തു തുടങ്ങുക. വെബ് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ്, ഡേറ്റാ സയൻസ് ആണെങ്കിൽ ഡേറ്റാ സയൻസ്. ഡേറ്റാ സയൻസിലാണെങ്കിൽ ഫയലിനെ എങ്ങനെ റീഡ് ചെയ്യാൻ നോക്കണം, അതിനുശേഷം ഫയലിനെ എങ്ങനെ മുറിക്കാൻ നോക്കണം, അതിനുശേഷം എങ്ങനെ ETL പ്രോസസ്സ്, എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം ആൻഡ് ലോഡിങ്, ആ ഒരു പ്രൊസീജിയർ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി പയ്യെ ചെയ്യാൻ മതി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എപ്പിക് ഉണ്ടാക്കുക, സ്റ്റോറീസ് ഉണ്ടാക്കുക, പിന്നീട് ടാസ്കിലേക്ക് വന്നാൽ മതി. സോ സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, DB എന്ന് പറഞ്ഞ 3 ലെയേഴ്സ് ഉണ്ട്. അതിൽ ഓപ്ഷണലായിട്ട് ക്യാഷ്, മെസ്സേജിങ്, APIs, അതുപോലെ തന്നെ ക്ലൗഡ് ഡിപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ വരുന്നുണ്ട്. ഈച്ച് ലെയർ ഹാസ് എ സിംഗിൾ റെസ്പോൺസിബിലിറ്റി. ഡോട്ട് കൺഫ്യൂസ്. ലെയർ എന്ന് വെച്ചാൽ ഓരോ ലെയറിനും ഓരോ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഏതൊക്കെ ലെയർ, ഇപ്പോൾ DBയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകത്തില്ല, ഫ്രണ്ട് എൻഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകത്തില്ല. ഇത് രണ്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ബാക്ക് എൻഡ് ആയിരിക്കും കൂടുതലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ആ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ലോജിക്ക് എന്താണോ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ചെയ്യുന്നത്, അതാണ് ബാക്ക് എൻഡ്. കാരണം നിങ്ങളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറകിൽ നടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വീഡിയോ കോൾ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കോൾ കണക്റ്റ് ആകുന്നുണ്ടെങ്കിൽ, അതാണ് ബാക്ക് എൻഡ്. സോ ഡിപ്ലോയ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ പ്ലാനിങ് വേണം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എപ്പിക്സ് ഉണ്ടാക്കണം, സ്റ്റോറീസ് ഉണ്ടാക്കണം. അതിനുശേഷം നിങ്ങളുടെ സ്റ്റോറീസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ടാസ്ക് ആക്കണം. പിന്നെ വർക്ക് ഇറ്ററേറ്റീവ്ലി. നിങ്ങൾ ഫസ്റ്റ് കോഡ് ഒരിക്കലും പെർഫെക്റ്റ് അല്ല. സോ യു ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ് ഇറ്ററേറ്റീവ്ലി. ടെസ്റ്റ് ഇൻക്രിമെൻ്റലി ഓരോ ഫീച്ചറും ഫീച്ചർ ബൈ ഫീച്ചറായിട്ടും ലൈൻ ബൈ ലൈനായിട്ടും ടെസ്റ്റ് ചെയ്യുക. അവോയ്ഡ് മൾട്ടിപ്പിൾ അൺനെസസറി DB കോൾസ്. ആവശ്യമില്ലാതെ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യരുത്, വെറുതെ അനാവശ്യമായിട്ട് റിസോഴ്സ് ഉപയോഗിക്കരുത്. അതേപോലെ റീഫാക്ടർ ആൻഡ് ഒപ്റ്റിമൈസ് ലേറ്റർ. നിങ്ങളുടെ റീഫാക്ടറിങ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ പാരാമീറ്റേഴ്സ്, കോമൺ പാരാമീറ്റേഴ്സൊക്കെ പിന്നീട് കണ്ടുപിടിച്ച് അതിനെ ഒപ്റ്റിമൈസ് ചെയ്താൽ മതി. സോ ലേണിംഗ് റോഡ് മാപ്പ്. എന്താണ് പഠിക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്ത്? ഇപ്പോഴത്തെ കാലത്ത് നിന്ന് AI ഒക്കെ ഉണ്ട്, ChatGPT അങ്ങനെയുള്ള പോലുള്ള GPT സൊല്യൂഷൻസ് ഒക്കെ ഉള്ള സമയത്ത് നിങ്ങളുടെ ഭാവി അതൊക്കെ ആയിരിക്കും നോക്കുന്നത് അല്ലേ. വാട്ട്സ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ലേൺ റൈറ്റ് നൗ? റോൾ ഓഫ് ഫ്രണ്ട് ആൻഡ് ടെക് ഇൻ മോഡേൺ എറ. റെക്കമെൻഡഡ് പാത്ത്. വാട്ട്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ, ഇതുപോലെ ഇവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് എൻഡ് ഫണ്ടമെൻ്റൽസ് ഫസ്റ്റ്. കാരണം നിങ്ങൾ പറഞ്ഞ ബിസിനസ് ലോജിക്ക് കിടക്കുന്ന എവിടെയാണോ അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബിസിനസ് ലോജിക്ക് കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനൊരു ഡേറ്റാബേസ് ഉണ്ടായിരിക്കും. കാരണം പ്രോസസ്സിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണമല്ലോ, അതിൻ്റെ റിസൾട്ട്സോ അല്ലെങ്കിൽ അതിൻ്റെ വേരിയബിൾസോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എവറി സീരിയസ് ആപ്ലിക്കേഷൻ, വെബ് ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, ഏതൊരു ആപ്ലിക്കേഷനും ബാക്ക് എൻഡിലാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ ഡേറ്റാബേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ പ്രോസസ്സ് കഴിഞ്ഞാൽ പ്രോസസ്സിന് ശേഷം ഒരു സേവിങ് ഉണ്ടെങ്കിൽ അത് ഡേറ്റാബേസ് ഉണ്ട്. അതിൽ നിങ്ങൾ കളിക്കുന്ന മൊബൈൽ ഗെയിമിംഗ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഡെലിവറി ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്ന ഗെയിം ആവാം. സോ ഇഫ് യു ഹാവ് become a front end developer, you will still need to understand how APIs and database. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരാൾ API തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഉപയോഗിക്കണം,
അപ്പോൾ APIയുടെ പുറകിൽ എന്താണ് നടക്കുന്നത്? ഇത് ഞാനിപ്പം ഇപ്പോൾ യൂസറിൻ്റെ രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ/രജിസ്റ്റർ വിളിക്കണം. ആ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് നടക്കും എന്നുള്ളൊരു ഏകദേശ ധാരണ ഉണ്ടാവണം. എന്നാണെങ്കിൽ നിങ്ങൾക്ക് പാരാമീറ്റേഴ്സൊക്കെ പാസ് ചെയ്യുമ്പം സജഷൻസ് കൊടുക്കാൻ പറ്റും. അതർവൈസ് യു വിൽ ബി സ്റ്റക്ക് വെയിറ്റിംഗ് ഓൺ ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സ്. ഞങ്ങൾ ചുമ്മാതെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് എൻഡ് എഞ്ചിനീയർ തീരട്ടെ എന്നിട്ട് ഞാൻ പണി തുടങ്ങാമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് അതിൻ്റെ പാരലലി എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് അയാളുടെ ചോദിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോളജ് ഉണ്ടല്ലോ, അത്ര മതി. ബാക്ക് എൻഡ് പ്ലസ് DB സ്കിൽസ് മേക്ക് യു കേപ്പബിൾ ഓഫ് ബിൽഡിംഗ് എൻഡ് ടു എൻഡ് വർക്കിംഗ് പ്രോട്ടോടൈപ്സ് ഓൺ യുവർ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു സിസ്റ്റത്തിൻ്റെ പുറകെ നടക്കുന്നത് ബാക്ക് എൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഫ്രണ്ട് എൻഡ് ഫ്രണ്ട് എൻഡ് ബേസിക് സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇഫ് യുവർ കരിയർ പാത്ത് ഇസ് ബാക്ക് ആൻഡ് ഹെവി യു സ്റ്റിൽ നീഡ് സം ബേസിക് നോളജ്. എന്നുവെച്ചാൽ ബേസിക് ഫ്രണ്ട് എൻഡ് നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് HTML അറിയണം, CSS അറിയണം, JavaScript അറിയണം. ഇത്രയും മതി. 3 കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാം. കാരണം ഞാൻ പറഞ്ഞില്ലയോ, നമുക്ക് ഫ്രണ്ട് എൻഡിൽ വലിയ ഭംഗിയൊന്നും വേണമെന്നില്ല ചില ആപ്ലിക്കേഷൻസിന്. അവർക്ക് ജസ്റ്റ് ഒരു കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനൊരു ടെലികോം കമ്പനിയിൽ വർക്ക് ചെയ്തപ്പം അവർ വലിയൊരു സൊല്യൂഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ബില്യൺസ് ഓഫ് കോൾ റെക്കോർഡ്സ് വന്ന് അടിഞ്ഞുകൂടുന്ന ഒരു സെർവറുണ്ട്. ആ സെർവറിൻ്റെ ഫ്രണ്ട് എൻഡ് കാണുന്നത് വൃത്തിയട്ട സാധനമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു 10-200 കോളംസ് ഉണ്ടാവും. ആ കോളംസിനെ ഫെച്ച് ചെയ്യാൻ ഒരു ചെറിയ ഫിൽറ്റർ ഉണ്ടാവും. അതാണെങ്കിൽ ഇത് പറഞ്ഞ പോലെ ചെറിയൊരു ബട്ടനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. അവർ പറയുന്നത് ഞങ്ങൾ പിന്നെ ഇതിനകത്ത് സമയം കളയുന്നില്ല ഇനി. കാരണം എന്ന് വെച്ചാൽ കസ്റ്റമറിലേക്ക് പോകുന്ന സാധനമൊന്നും ഇല്ലായിരുന്നില്ല. അതിപ്പോൾ കമ്പനിയുടെ ഇൻറ്റേർണൽ ടൂളായിരുന്നു. അപ്പം അവർക്ക് അത്രയും മതിയായിരുന്നു. അപ്പോൾ ഫ്രണ്ട് എൻഡ് ഒന്നും ഇല്ലായിരുന്നു അതിന്. സോ എന്തിനാണ് ഈ പറഞ്ഞ ഫ്രണ്ട് എൻഡിൻ്റെ ബേസിക് നോളജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ബാക്ക് എൻഡിനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് എൻഡ് വേണം. എന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ കാണിച്ച യൂസർ രജിസ്ട്രേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നുണ്ടോ ഇല്ലയോ, ആ കോള് ബാക്ക് എൻഡിലേക്ക് എത്തുന്നുണ്ടോ, ഞാൻ ആ ലോഗോ കാണിച്ചില്ലേ. അതേപോലെ തന്നെ നമ്മളുടെ ബട്ടൺസ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇൻപുട്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ സിമ്പിൾ HTML കോഡിങ് നമുക്കറിഞ്ഞിരുന്നാൽ അതൊക്കെ മതി. നമുക്ക് ബാക്ക് എൻഡ് വലിയ ഫ്രണ്ട് എൻഡ് ഹെവി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രണ്ട് എൻഡ് ബേസിക്സ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സ്കിൽ. അത് നിങ്ങളുടെ എല്ലാവർക്കും ഉണ്ടാവേണ്ട സ്കില്ലാണ്. ഒരു ഡെവലപ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് HTML CSS അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കോഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനൊന്ന് പോയി തിരുത്താനെങ്കിലുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ കരിയർ സ്പെസിഫിക് അല്ല. നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് ബേസിക്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾക്ക് പറഞ്ഞ എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്യേണ്ടത്, ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോളിനെ എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാം, കൺസോൾ ലോഗ് എങ്ങനെ എടുക്കാം, ഇതൊക്കെ അറിയാൻ നന്നായിരിക്കും. So without it, you will have to rely on tools like Postman or Curl for everything. നമുക്ക് ബ്രൗസർ തന്നെ ആവണമെന്നില്ല. ഇതുപോലെ നമുക്ക് ഈ പറഞ്ഞ സർവീസുകളെ തരുന്ന ഒരുപാട് കമാൻഡ് ലൈൻ ടൂൾസൊക്കെ ഉണ്ട്. പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞത് ഒരു ക്ലയൻറ്റ് സൈഡ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ ബ്രൗസർ പോലെ തന്നെ ആക്ട് ചെയ്യും. എന്നാൽ ബ്രൗസറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗെറ്റ് റിക്വസ്റ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് ബ്രൗസർ മാത്രമേ ബ്രൗസ് ചെയ്യാനേ പറ്റുള്ളൂ. എന്നാൽ പോസ്റ്റ്മാനിലാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മെത്തേഡ്സ് കൊടുക്കാം. എന്ന് വെച്ചാൽ ഒരു സാധനം പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ പുട്ട് മെത്തേഡ്, ഓപ്ഷൻ, അങ്ങനെ കുറേ മെത്തേഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് പോസ്റ്റ്മാൻ. ബ്രൗസർ പോലെ തന്നെയാണ്. എന്നാൽ ഇറ്റ് സപ്പോർട്ട്സ് മെനി, നോട്ട് ഓൺലി ഗെറ്റ്, ഇറ്റ് സപ്പോർട്ട്സ് അതർ മെത്തേഡ്സ് ടു. കേൾ എന്ന് പറഞ്ഞാൽ അതേപോലെ ടൂളാണ്. അത് നിങ്ങൾക്ക് കമാൻഡ് ലൈനിൽ വർക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ കമാൻഡ് ലൈൻ നമുക്ക് CLI വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രൗസറൊന്നും കിട്ടത്തില്ല. ആ സമയത്ത് നമുക്ക് കേൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിക്വസ്റ്റിനെ മോക്ക് ചെയ്യാം. സോ വൈ മോഡേൺ ഫ്രെയിംവർക്ക്സ് ലേറ്റർ? നമുക്കറിയാം റിയാക്ട്, ആംഗുലർ, വ്യൂ ആർ ഇൻ ഡിമാൻഡ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റിയാക്ട് എഞ്ചിനീയേഴ്സൊക്കെ ഭയങ്കര കൂടുന്നു. റിയാക്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫേസ്ബുക്കിൻ്റെ ആണെന്ന് തോന്നുന്നു, ആംഗുലർ ഗൂഗിളിൻ്റെ. ബട്ട് ദി ആർ നോട്ട് ബിഗിനർ ഫ്രണ്ട്ലി. അതിന് നമുക്ക് കുറച്ചുകൂടെ സ്കില്ല് വേണം. കാരണം ആ ഫ്രെയിം വർക്കിനെ കുറിച്ച് അറിയണം. ആ ഫ്രെയിം വർക്കിൽ ഓരോ എങ്ങനെ മൊഡ്യൂൾസ് ഉണ്ടാക്കാം, മൊഡ്യൂൾസിനെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, അതെങ്ങനെ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ബേസിക്സ് വേണം. അൺലെസ് യു ഓൾറെഡി അണ്ടർസ്റ്റാൻഡ് HTML, CSS, ജാവാസ്. എന്ന് വെച്ചാൽ ഇത് 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മാറാം. അല്ലെങ്കിൽ ഇത് ബിഗിനർ ഫ്രണ്ട്ലി ഒന്നും ആയിരിക്കത്തില്ല. നിങ്ങൾ പയ്യെ HTML, CSS ഒക്കെ പഠിച്ചിട്ട് വന്നാൽ മതി. അതറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ റിയാക്റ്റിലേക്ക് പോകുമ്പോൾ ഏത് ഫ്രെയിം വർക്ക് വേണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. Vue.js എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, സിമ്പിൾ ടു ബിൽഡാണ്. അതൊരു ബിഗിനർ ഫ്രണ്ട്ലി സാധനമാണ്. ആംഗുലർ വളരെ ടഫാണ്, ബാറ്ററീസ് ഇൻക്ലൂഡഡ്, എല്ലാ ഫീച്ചറും ഒന്നിച്ച് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ചിപ്പാടായിരിക്കും. അത് അതിൻ്റെ ഫ്രെയിം വർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എന്നാൽ റിയാക്ട് ഭയങ്കര ലിബറലാണ്. നിങ്ങൾക്ക് വേണ്ടതിനെ മാത്രം എടുത്ത് ഉപയോഗിക്കാം. സോ ദേ ആർ ക്രിട്ടിക്കൽ ഫോർ ദോസ് എയിമിങ് ഫോർ ഫ്രണ്ട് ആൻഡ് ഫുൾ സ്റ്റാക്ക്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവുക അല്ലെങ്കിൽ ഫ്രണ്ട് ആൻഡ് എഞ്ചിനീയർ ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ബാക്ക് എൻഡ് എഞ്ചിനീയറിംഗ്, ഡെവോപ്സും ഡേറ്റ എഞ്ചിനീയറിംഗിനൊന്നും നമ്മൾ ഈ പറഞ്ഞ ഫ്രണ്ട് എൻഡ് ഉപയോഗിക്കാറേ ഇല്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്.
എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്വീക്കൊക്കെ വരുത്തണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കോറായിട്ട് ഫ്രണ്ട് എൻഡിലേക്ക് ഇറങ്ങുന്നു. വലിയ വലിയ ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ഫ്രണ്ട് എൻഡ് ഉണ്ടാക്കുന്നു. സോ ബാക്ക് എൻഡ് ഫോക്കസ്ഡ് റോൾസ് സ്റ്റോപ്പ് അറ്റ് ബാക്ക് എൻഡ് പ്ലസ് DB മാസ്റ്ററി, ഫ്രണ്ട് എൻഡ് ബേസിക് ജസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് അല്ലേ. ഫുൾ സ്റ്റാക്ക് റോൾസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ടു മോഡേൺ ഫ്രെയിംവർക്സ് ആഫ്റ്റർ ബാക്ക് എൻഡ് എന്ന് വെച്ചാൽ ബാക്ക് എൻഡ് പഠിച്ചതിന് ശേഷം മാത്രം ഫ്രണ്ട് എൻഡിലേക്ക് വരിക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ പുറകിലുള്ള ലോജിക്ക് ഏകദേശം ധാരണ ഉണ്ടാവണം. അപ്പോഴങ്ങനെ നിങ്ങൾക്ക് കോഡ് എഴുതുമ്പോൾ എങ്ങനെ റിക്വസ്റ്റ് പാസ് ചെയ്യണമെന്നൊക്കെ അറിയാൻ പറ്റും. സോ എൻ്റെ ഒരു ഫൈനൽ റെക്കമെൻഡേഷൻ ആസ് എ റോഡ് മാപ്പ്, നിങ്ങൾക്ക് എന്താണ് റോഡ് മാപ്പ്, എങ്ങനെയാണ് റോഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം റെക്കമെൻഡ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ് roadmap.sh എന്ന് പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സസിൻ്റെ റോഡ് മാപ്പ് കാണാൻ പറ്റും. ഇതുണ്ട്, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവണമെങ്കിലും ഡെവോപ്സ് എഞ്ചിനീയർ അങ്ങനെ പോകും. ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഡെവോപ്സ് എഞ്ചിനീയർ ആണ്. നോക്കാം. അപ്പം പൈത്തൺ ഡെവലപ്പർ ആവണമെങ്കിലുള്ള റോഡ് മാപ്പ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ അന്ന് പഠിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ്. ബേസിക്സ്, ലൂപ്സ്, കണ്ടീഷൻസ്, എക്സെപ്ഷൻസ്, ഫങ്ഷൻസ്, ടൈപ്പ് കാസ്റ്റിംഗ്, പിന്നെ അങ്ങനെ പോകുമ്പം പിന്നെ ഡാറ്റ സ്ട്രക്ചേഴ്സിലേക്ക് പോയി മൊഡ്യൂൾസ്, ലാംഡ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാണ്. ഇതൊക്കെ റെഗുലർ റിജക്ട്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം. പിന്നെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഡാറ്റ സ്ട്രക്ചേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ ഡാറ്റ സയൻസിലൊക്കെ വരുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ബൈനറി സെർച്ച് ട്രീ, വേറെ പുതിയ, അതായത് നമ്മൾ പഠിച്ച ലിസ്റ്റും ഡിക്ഷണറിയും ട്യൂപ്പിളും അല്ലാതെ ഒരുപാട് ഹാഷ് ടേബിൾസ്, ഹീപ്സ്, സ്റ്റാക്സ് ആൻഡ് ക്യൂസ്, റിക്കർഷൻസ്, അങ്ങനെ കുറേ ഡാറ്റ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ ഡാറ്റ സയൻസിലേക്ക് പോകുന്നതിന് മാത്രം മതി. പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അതേപോലെ പാക്കേജ് മാനേജേഴ്സ്, അങ്ങനെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. ലിസ്റ്റ് കോംപ്രിഹെൻഷൻ നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ടൈപ്പിംഗ്, അങ്ങനെ പോവാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ബാക്ക് എൻഡ് എഞ്ചിനീയർ ആവണമെങ്കിൽ, ഒരു പൈത്തൺ ഡെവലപ്പർ ആവണമെങ്കിൽ, ബാക്ക് എൻഡ് എഞ്ചിനീയർ ആണ് ഈ പറഞ്ഞ പൈത്തൺ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ആവണമെങ്കിൽ യു ക്യാൻ ഫോളോ ദിസ് റോഡ് മാപ്പ്. ഇപ്പോൾ എൻ്റെ റോഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഡെവോപ്സ് എഞ്ചിനീയറിംഗ് ആണ്. അത് കുറേ ഉണ്ട് കേട്ടോ, ഇങ്ങനെ കിടക്കാം. അതിൽ നമുക്ക് ഇൻഡിവിജ്വൽ ടെക്നോളജീസിലേക്ക് പോകേണ്ടി വരും. മറ്റേത് പൈത്തൺ മാത്രമായിരുന്നു, എന്നാൽ പൈത്തൺ അല്ല, ഇത് പൈത്തൻ്റെയും പുറത്ത് പോയി കുറേ പഠിച്ചിട്ടുണ്ടാണ്. പൈത്തൺ, ഗോ, റസ്റ്റ്, റൂബി, കുറേ ടൂളുകൾ അറിഞ്ഞിരിക്കണം. എഴുതണമെന്നല്ല, ജസ്റ്റ് ബേസിക്സ് അറിഞ്ഞിരിക്കണം, അനലൈസ് ചെയ്യാൻ പറ്റണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നന്നായിട്ട് അറിയണം. അത് ലിനക്സ് ആയാലും വിൻഡോസ് ആയാലും അതിൻ്റെ ബൂട്ട് ഓർഡർ എങ്ങനെയാണ്, അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്, അതിൻ്റെ ലെയേഴ്സ് എന്താണ്, എല്ലാം അറിഞ്ഞിരിക്കണം. 6 layers ഓഫ് ബൂട്ടിംഗ് ഒക്കെ അറിയണം. അത് വ്യത്യസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടാവും. അതേപോലെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ബാഷോ പവർഷെല്ലോ, വിൻഡോസ് ആണെങ്കിൽ പവർഷെല്ല്, ലിനക്സ് ആണെങ്കിൽ ബാഷ്. പിന്നെ നമ്മളുടെ പ്രോസസ് മാനേജ്മെൻറ്റ്, ടാസ്ക് മാനേജ്മെൻറ്റ്, ഏതെങ്കിലും ഒരു എഡിറ്റർ വേണം. കാരണം നമ്മൾ CLI-ലായിരിക്കും വർക്ക് ചെയ്യുന്നത്. വേർഷൻ കൺട്രോൾ സിസ്റ്റം, കോഡ് എഴുതാണെങ്കിൽ വേർഷൻ കൺട്രോൾ സിസ്റ്റം മസ്റ്റാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കണ്ടെയ്നേഴ്സിനെ കുറിച്ച് അറിയണം. LXC ബേസിക്സ് ആണ്. ഡോക്കർ, അത് ഒരു വൺ ഓഫ് ദി കൺസ്യൂമറാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രോക്സിയെക്കുറിച്ച് അറിയണം, ലോഡ് ബാലൻസിങ്ങിനെ കുറിച്ച് അറിയണം, പിന്നെ വെബ് സർവീസസിനെ കുറിച്ച് അറിയണം. എൻജിനെക്സോ, അപ്പാഷയോ ലിനക്സിലാണെങ്കിൽ, IIS ആണെങ്കിൽ വിൻഡോസ്. പിന്നെ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. എങ്ങനെയാണ് ഓരോ OSL എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഓരോ പ്രോട്ടോക്കോളും എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയണം. HTTPS എങ്ങനെ, SLS എങ്ങനെ, STPO, അങ്ങനെ കുറേ ഉണ്ട്. അത് തന്നെ ആകുമ്പോൾ ഒരുപാടായി. പിന്നെ SMTP എങ്ങനെയാണ്, പിന്നെ അതേപോലെ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. AWS റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം ഇത് എല്ലാത്തിൻ്റെയും സൂപ്പർ സെറ്റാണ്, ബാക്കിയെല്ലാം സബ്സെറ്റ് ഓഫ് AWS ആണ്. പിന്നെ സർവർലെസ് കമ്പ്യൂട്ടിങ് അറിയണം, ഏതെങ്കിലും ഒന്ന്. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ഡോക്കർ അറിയാൻ തന്നെ ഇത് ബാക്കി എല്ലാം കവർ ചെയ്യാൻ പറ്റും. പിന്നെ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ഏതെങ്കിലും ഒന്ന്. ഇപ്പം ഞാൻ ആൻസിബിൾ ആണ് ഉപയോഗിക്കുന്നത്. പ്രൊവിഷനിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം ക്ലൗഡ് ഫോർമേഷനോ ടെറാഫോമോ ഒക്കെ ഉപയോഗിക്കാം. പിന്നെന്താണ്, CI/CD ടൂൾസ് ഒരുപാടുണ്ട്. ഞങ്ങളുടെ പ്രോജക്റ്റിൽ എനിക്ക് സർക്കിൾ CI ഉപയോഗിച്ചിട്ടുണ്ട്, ജെൻകിൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, GitLab ഉപയോഗിച്ചിട്ടുണ്ട്, GitHub ആക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ ഇതുവരെയുള്ള പ്രോജക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് പഠിച്ചാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി പഠിക്കും, എൻ്റെ മെത്തേഡിൽ പോവുകയാണെങ്കിൽ. സീക്രട്ട് മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് സീക്രട്ട് സ്റ്റോർ ചെയ്യുക, ഹാഷിക്കോ വോൾട്ടിലോ അല്ലെങ്കിൽ ഓരോ ക്ലൗഡ് പ്രൊവൈഡേഴ്സിനും വോൾട്ട് ഉണ്ടാവും. ലോഗ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അത് പറഞ്ഞ ഓപ്പറേഷൻസിലേക്ക് വരുമ്പോൾ ഇത് വലിയ മസ്റ്റാണ് ലോഗ് മാനേജ്മെൻറ്റ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിങ്, ഇത് നിർബന്ധമാണ് ഓപ്പറേഷൻസിൽ.
ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറേ ഉണ്ടല്ലോ. കണ്ടെയ്നേഴ്സ് ആപ്ലിക്കേഷൻ മോണിറ്ററിങ്, പ്രൊമീത്യൂസ്, ഇത് നല്ല ടൂളാണ് മോണിറ്ററിങ്. പിന്നെ ഡേറ്റ മാനേജ്മെൻറ്റ്, ക്ലൗഡ് ഡിസൈൻ പാറ്റേൺസ് വളരെ നിർബന്ധമാണ്. ഡിസൈൻ ഇംപ്ലിമെൻറ്റേഷൻ, ക്ലൗഡ് ആർക്കിടെക്ചർ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു കടലാണ് ഡെവോപ്സ് കേട്ടോ. ഡെവോപ്സ് ഒരു കടലാണ്, അത് പറഞ്ഞാലും തീരത്തില്ല. ഇത് നിങ്ങൾ എപ്പോഴും പൈത്തൺ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ എക്കോസിസ്റ്റത്തിൽ നിൽക്കുന്നതാണ്. എന്നാൽ ഇത് ഒരു ബന്ധമില്ലാത്ത ഇൻഡിപെൻഡൻറ്റ് സാധനങ്ങളാണ്. ഇതിന് ഇതുമായിട്ടൊരു ബന്ധമില്ല, ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. എല്ലാം വ്യത്യസ്തമായ സാധനങ്ങളാണ്, വ്യത്യസ്തമായ ടെക്നോളജീസാണ്. സോ ഡെവോപ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് വരണം, നല്ല താല്പര്യം ഉണ്ടാവണം, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡെവോപ്സിലേക്ക് വരാൻ പാടുള്ളൂ. പഠിക്കാനാണെങ്കിൽ ഇന്ന് തീരത്തില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഗൈഡൻസ് വേണമെങ്കിൽ പറയാം. അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ പൈത്തൺ ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് പഠിച്ചതൊന്നും മനസ്സിലായി കാണത്തൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ കോഡ് എഴുതി പഠിക്കാമെന്നുള്ളത് എൻ്റെ ഒരു കോഴ്സുണ്ട് അടുത്തത്. 10 മണിക്കൂറത്തെ കോഴ്സാണ്. നിങ്ങൾ ദ മിനിറ്റ് 1 മുതൽ നിങ്ങൾ എഴുതി തുടങ്ങുന്നത് ആപ്ലിക്കേഷൻ കോഡായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു, ഒന്നല്ല ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കി പോവാം വിത്ത് സം CI/CD ഇൻ്റഗ്രേഷൻ. താല്പര്യമുള്ളവർക്ക് എന്താണ് കോഡെന്ന് കമൻറ്റ് ചെയ്യാം, ഞാൻ അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് അയക്കുന്നതായിരിക്കും. താല്പര്യമുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് 10 മണിക്കൂറുണ്ട് എങ്ങനെ ഒരു യൂസ്ഫുൾ കോഡ് എഴുതാമെന്നുള്ളത് പഠിച്ചിറങ്ങാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. സി യു ഇൻ ദി നെക്സ്റ്റ് ചാപ്റ്റർ. അത് ഞാൻ ഡേറ്റ സയൻസ് ആണ്, മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. ഡേറ്റ സയൻസിലേക്ക് ഒന്ന് കാല് വെച്ച് നോക്കട്ടെ എന്താണെന്നുള്ളത്. സോ സി യു ദേ, ബൈ.